ഞാൻ മനോജ് പൊറ്റക്കാട്. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ഒളരി അമ്പലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ തൊഴുതിന് ശേഷം എന്നാൽ കഴിയാവുന്ന ഒരു സാമ്പത്തിക സഹായം അവന് കൊടുക്കാറുണ്ട്. പേരെന്തതിൻ്റെ സുരേഷ്. അവൻ വേറെ ജോലി ജീവിക്കാൻ മാർഗങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളാൽ കഴിയാവുന്നൊരു സഹായം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ കൊടുക്കുക, അവർക്ക് നമ്മളാൽ കഴിയാവുന്നൊരു സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓണം വരുമ്പോൾ ഓണക്കോടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതേമാതിരി അവൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ അവന് ഒരു 10 രൂപ 20 രൂപ 50 രൂപ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന് വലിയ ഉപകാരമാവും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കിട്ടുന്ന ആനന്ദം ഒന്നിനും കിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കുറേ ആരും അറിയാണ്ട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് കുറേ. പക്ഷേ കുറച്ചൊക്കെ അറിയണം, എന്നാലാണ് ജനങ്ങളെ ഇൻസ്പയർ ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണൽ തന്നെ ഇത് കൊടുക്കുന്നത് എന്ന സുരേഷ് ഇത് മേടിക്കും. അപ്പോൾ ഞാൻ എന്ന് തൊഴാൻ വരുമ്പോഴും ഇവിടെ കാണുമ്പോൾ ഞാൻ കൊടുക്കും. അമ്പലത്തിൽ നമ്മൾ ദേവിക്കും ദേവനൊന്നും പൈസയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണക്കാർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത പാവങ്ങൾക്ക് ഇവനെപ്പോലുള്ളവരെ നമ്മൾ സഹായിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ജനങ്ങൾ ഒരു പറ്റുന്നത് 100 രൂപ കൊടുക്കണമെന്നൊന്നുമില്ല. 10 രൂപ 20 രൂപ നിങ്ങളാൽ കഴിയാവുന്ന സഹായം. എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ള അതിൻ്റെ പുസ്തകങ്ങളായാലും എല്ലാം പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നതിൽ ആനന്ദം കാണുന്ന. യേശു ആയാലും നമ്മുടെ മഹാഭാരത ആയാലും രാമായണം ആയാലും എന്തിലായാലും നമ്മൾ കൊടുക്കുന്നതിന് കിട്ടുന്ന പുണ്യം ഒന്നിനും കിട്ടില്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കാനായാലും ഒരു ചായ മേടിച്ചു കൊടുക്കുകയായാലും എന്തായാലും അത് വലിയൊരു പുണ്യകർമ്മമാണ്. നിങ്ങളെല്ലാവരെയും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുരേഷിനെ പോലുള്ള പല സുരേഷന്മാരും പലരും ജോലി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്നവർക്ക് നമ്മളാൽ കഴിയാവുന്ന സഹായം ചെയ്യുക. അതിന് കിട്ടുന്ന സന്തോഷം ഒരു ഇതിലും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.